ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രിപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പറണ്ടോടാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബ്രൈമൂറിലേക്ക് പോകാൻ പോകുന്നത്. എച്ചേരിടല്ലേ ഇവിടുന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ കൂടെ കാണുന്നതായിരിക്കും. അവിടുന്ന് തുടങ്ങിയ യാത്ര ഇവിടെ നിർത്തേണ്ടി വന്നു. തോറ്റു കൊടുക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നേരെ ചെന്നു ഫോറസ്റ്റ് ഓഫീസിൽ. ഇതാ അവസ്ഥ. Then we reached the golden peak of Trivandrum. പൊന്മുടി. എൻ്റെ ഈ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഗൈസ്. അത്ര കണ്ടുവിടെ കാണാൻ. ആ കാണാൻ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. നിരവധി തവണ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈയൊരു യാത്ര തികച്ചും വ്യത്യസ്തമായിരുന്നു. അതുപോലെ തന്നെ കാഴ്ചകൾ. ഇവിടെ തുടങ്ങുകയാണ് നമ്മുടെ യാത്ര. ഇടുക്കിക്കാരൻ അജയും തിരുവനന്തപുരത്തുകാരൻ അഖിലും. ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 2 മണിക്കൂർ അടുത്ത് യാത്ര ചെയ്തിട്ടാണ് നമ്മൾ പൊന്മുടിയിലോട്ട് എത്തിച്ചേരുന്നത്. ആദ്യം നമ്മൾ ഈ ചെക്ക് പോസ്റ്റിലാണ് എത്തിച്ചേരുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത ശേഷമാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. ഇവിടെ 8 മണി മുതൽ 4 മണി വരെയാണ് പ്രവേശന സമയം. ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 40 രൂപയും ബൈക്കിന് 20 രൂപയുമാണ്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു അരുവി കാണാൻ സാധിക്കും. അരുവിലോട്ട് ഇറങ്ങുന്ന വഴി കല്ലുകൊണ്ടുള്ള നല്ല സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അനവധി സഞ്ചാരികൾ ഇങ്ങോട്ട് വരുന്നതുണ്ട്. താഴത്തെ മീൻമുട്ടി വാട്ടർഫാൾ നമുക്ക് അവധിയായതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് കുളിക്കാനും നല്ല കാഴ്ചകൾ കാണാനും സാധിക്കും. എല്ലാവരും ഇതിലെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. നല്ല മഴയും വഴുക്കലും ഒക്കെയാണ് സ്റ്റെപ്പുകൾ നിറച്ച്. ഇറങ്ങിപ്പോകുന്ന വഴിക്ക് നല്ല വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയും. ഏറെക്കുറെ അതാണ്. ഭയങ്കര മഴയാണ് കഴിച്ചു. അതുകൊണ്ട് അവിടെ ഒന്നും ഇറക്കി വിട്ടില്ല. അവിടെ കുറേ ഗൈഡൊക്കെ ഉണ്ട്. അവർ വഴക്ക് പറയും, അവർ നമ്മളെ വഴക്ക് പറയും. ആകെ ഇന്നത്തെ ദിവസം ഇങ്ങനെ തന്നെ. ഇന്നിവിടെ ധാരാളം സ്ത്രീകളും കുട്ടികളൊക്കെ കുളിക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കിവിടെ അധികം വിഷ്വലൊന്നും ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ അതുകൊണ്ട് നേരെ പൊന്മുടിയിലോട്ട് പോകുന്നു. ചെക്ക് പോസ്റ്റിലെ ചെക്കിങ്ങും മറ്റും കഴിഞ്ഞ് നമ്മൾ കയറുകയാണ്. പോകുന്ന വഴിക്ക് ധാരാളം യാത്രക്കാർ തിരിച്ചിറങ്ങുന്നുണ്ട്. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞു. ഒരുപാട് ആളുകൾ ഡെയിലി യാത്ര ചെയ്യുന്ന വഴിയാണിത്. പക്ഷേ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. മൊത്തവും പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. മൊത്തം 22 ഹെയർ പിന്നാണ് പൊന്മുടിയിലോട്ടുള്ളത്. അതിൽ നമ്മൾ 4ാമത്തെ ഹെയർ പിന്നിലോട്ട് ഇതേ കയറിക്കൊണ്ടിരിക്കുക.
കയറി പോകുമ്പോൾ തന്നെ ചെറിയ മഴയുടെ ലക്ഷണവും തണുപ്പും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നീ അറിഞ്ഞൂടാ, മേളിൽ ചെല്ലുമ്പോൾ അറിയാം എന്താ അവസ്ഥ. ഗൈസ്, നമ്മുടെ പ്രതീക്ഷയൊന്നും തെറ്റിയില്ല. മഴ നല്ല രീതിയിൽ തന്നെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുമ്പ് ഇഷ്ടംപോലെ കാറുകളും ബസ്സുകളിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ യാത്രക്കാർ അതിൽ പോകുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കോട കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ മഴയും ഉണ്ട്, നല്ല തണുപ്പും ഉണ്ട്. ഗൈസ്, നമ്മൾ പോകുന്ന വഴിയൊന്നും അത്ര വിസിബിൾ അല്ല. ഒന്നാമത്തെ വഴിക്ക് വീതി കുറവാണ്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ. അപകട മേഖലയാണെങ്കിലും ഒരുപാട് ആൾക്കാർ അവിടെ വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ശേഷമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിഷ്വൽ ഇതാണ്. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കോട. ഗൈസ്, അപ്പോൾ പൊന്മുടിയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മളെ ഇടുക്കിയിൽ നിന്ന് നമ്മളെ ചങ്ങാതിയുണ്ട്. അപ്പം അവൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചു നോക്കാം. അതെ, ഇതിലും വലിയ മലയുടെ മണ്ടയിലാണ് എൻ്റെ വീട്. എന്നാലും കൊള്ളാം. ഇന്നത്തെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് നല്ല ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സമയം. ഗൈസ്, അപ്പോൾ നമ്മൾ പൊന്മുടി കയറാണ്. ഗൈസ്, കോടയോട് കോട. നല്ല മഴയുണ്ട്, നല്ല തണുപ്പുമുണ്ട്. ഒരു കട്ടടിക്കാൻ പോവാം. അങ്ങനെ കയറി പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ടാണ് നമ്മൾ യാത്ര പിന്നെയും തുടങ്ങുന്നത്. തേയിലത്തോട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ചായ കുടിച്ചു. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ധാരാളം തെറ്റുകുറ്റങ്ങളും കാണും. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ ഹില്ലിൻ്റെ പീക്ക് എത്താറായി. അപ്പോൾ നമ്മുടെ കാലാവസ്ഥ നല്ല രീതിക്ക് മാറിയിരിക്കുന്നു. നല്ല കോട ഇറങ്ങി, നല്ല വിസിബിലിറ്റി കുറവുണ്ട്. അപ്പോൾ മുന്നിലെ വണ്ടീനെ നോക്കിയാണ് നമ്മളും അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് റോഡിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹിൽ ടോപ്പിൻ്റെ വ്യൂ. അപ്പോൾ രക്ഷയില്ല ഗൈസ്. ഇത്രയും ഇവിടെ ഇങ്ങനെ കോട കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചു. രാവിലെ പോയിട്ട് നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ക്ഷീണം ഇവിടെ തീരും ഗൈസ്. അപ്പോൾ ഇവിടെ കോട നിറഞ്ഞതുകൊണ്ട് ഏത് സൈഡ് നോക്കിയാലും നമുക്ക് ഒരേ വിഷ്വലാണ്, ഒരേ വ്യൂ ആണ്. ഇവിടെ 2-3 ഹില്ലുണ്ട്, പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ ഇവിടെ എത്രത്തോളം തണുപ്പുണ്ടെന്ന് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ തലമുടിയിലും തൊപ്പിയിലൊക്കെ മഞ്ഞാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടവർ ഇരിക്കുന്ന ലൊക്കേഷൻ ആ സൈഡിലെ മലയിലാണ്, പക്ഷെ നമുക്ക് അവിടെ വിസിബിൾ അല്ല. നമുക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ്
അതിന് മുമ്പുള്ള മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിൽ ആൾക്കാർ നിൽപ്പുണ്ട്, പക്ഷേ അവർ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. അവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. മലയാളിയുടെ ദാരിദ്ര്യം ഇപ്പോഴും മാറിയിട്ടില്ല. ഇതുപോലെ ചില കാഴ്ചകളും ഇവിടെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. 2 ചെക്ക് പോസ്റ്റ് ഉണ്ടായിട്ടും ഇതൊക്കെ എങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നതെന്ന് മാത്രം അറിയത്തില്ല. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഹില്ലിൻ്റെ എൻഡ് പോർഷൻ. നമ്മൾ ഇവിടെ നിന്ന് വേറൊരു കാഴ്ചയിലേക്ക് ഇറങ്ങുകയാണ്. പൊന്മുടിയുടെ നടുവിലുള്ള കാടിലേക്ക് ഇറങ്ങുകയാണ്. വണ്ടിയിൽ നിന്ന് ഇവിടെ മുട്ടും പൊട്ടി നിൽക്കുന്നവനെ ഞാൻ കൊല്ലാൻ കൊണ്ടുവരും. ഇപ്പോൾ എന്താവുമെന്നൊന്നും അറിയത്തില്ല. നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്നത് ആ കാടിലേക്ക്. അവിടെ പുതിയ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇറങ്ങാൻ പാടില്ല എന്നങ്ങനെ. എന്താണെന്ന് അറിയില്ല, പോയി നോക്കാം. സ്ഥലം ഒന്ന് സ്ലിപ്പറിയാണ്. നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് അറിയാൻ വയ്യ. ആളെ നിൽപ്പുണ്ട്. പേടിയുണ്ടോ? ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങോട്ട് പോകാൻ നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കോടയാണ്, ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ രണ്ടും കളിപ്പിച്ച് പോകുന്നുണ്ട്, എന്താവുമെന്ന് അറിയത്തില്ല. ആദ്യമായിട്ട് വന്ന് അവൻ പോകുന്ന ധൈര്യത്തിൽ ഞാനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഉൾക്കാഴ്ചകൾ അധികമായിട്ട് കാണിക്കുന്നില്ല, നമ്മളിതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേറെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ കാടിൽ നിന്ന് ഇവിടെ പറഞ്ഞ് വീണ്ടും അടുത്ത മലയിലെടുത്ത് കയറുകയാണ്. അട്ടയുണ്ട് ഗൈസ്, അൺസഹിക്കബിൾ. അട്ട പറ്റുന്നില്ല. അയ്യോ, പ്രശ്നം വഴി വിസിബിൾ അല്ല. പോകെ പോകെ വിസിബിൾ ആവുന്ന പ്രതീക്ഷയാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് അറിയാൻ വയ്യ ഗൈസ്. പുള്ളിക്ക് കാലും വയ്യ, ഞാൻ വരഞ്ഞ് കയറ്റുന്നുണ്ട്. അട്ട വീണ്ടും കയറുന്നുണ്ട്. അതൊന്ന് വീഡിയോ കാണിക്കാൻ ടൈം നമ്മൾ കൊടുക്കുന്നില്ല. അതിനു മുമ്പേ ഓടിക്കുവാണ് അതിനെ. അതുകൊണ്ടാണ് അത് മാത്രം വീഡിയോ കാണിക്കാൻ പറ്റുന്നില്ല ഗൈസ്. പേടിച്ചു പോവാ. അയ്യോ, ഗൈസ്, ഈ ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക ഗൈസ്. പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കുക. ഇന്ന് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട വീഡിയോ എടുക്കണേ. ഇതാണ് അവസ്ഥ. വ്യൂ ഇല്ല, നമ്മൾ വന്ന വഴി കാണുന്നില്ല.
ഗൈസ്, അപ്പോൾ നമ്മൾ മെയിൻ പോയിൻ്റായ വാച്ച് ടവറിൻ്റെ കീഴിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാച്ച് ടവറിൽ കയറാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പൊന്മുടിയിലെ കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങുവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ ഇറങ്ങുന്ന വഴിക്ക് ഓപ്പോസിറ്റ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും വിസിബിൾ അല്ല, കോട കാരണം എല്ലാം മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല, നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 3:30 അടുപ്പിച്ചായി. ഈ സമയത്തും നിരവധി സഞ്ചാരികൾ ഇങ്ങോട്ട് കാഴ്ചകൾ കാണാൻ എത്തിച്ചേരുന്നുണ്ട്. ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഇടുക്കിക്കാരൻ അജയും തിരുവനന്തപുരത്തുകാരൻ അഖിലും സൈനിങ് ഓഫ്.